അറിയുന്നത് പോലെ തന്നെ ആപ്പിളിന്റെ പുതിയ ഇവന്റ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, October 18 ആണെന്നുള്ളത്. അത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. അന്ന് അവർ കുറച്ച് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തു. അതിനകത്തൊരു മെയിൻ പ്രൊഡക്റ്റ് ആയിരുന്നു MacBook Pro വിത്ത് M1 Pro ചിപ്പ് ആൻഡ് M1 Max ചിപ്പ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ടു ആരോൺസ് ക്വിസ് വേൾഡ്. ആരോൺ ഹിയർ. സോ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, അവർ ഒരു 3 വർഷം മുമ്പ് കളഞ്ഞ സാധനങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്നാമത്തത് മാക്സേഫ് ചാർജിങ്. മാക്സേഫ് ചാർജിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അഡാപ്റ്ററുമായ ഒരു ചെറിയ ലൈറ്റിംഗ് ബോൾ കാണുന്നത്, അതിൻ്റെ പിക്ചർ ഇതേ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പം കാണാം. ആ ഒരു സംഭവം അല്ലാതെ മാക്സേഫ് മാഗ്നറ്റിക് വേണം പറയാൻ. കാര്യം നമ്മളിപ്പം നടന്നു പോവുകയാണ്, ലാപ്ടോപ്പിൽ സൈഡിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ കാല് തട്ടി അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ കോഡ് വള്ളി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പം അത് നമ്മൾ തട്ടുമ്പോഴത്തേന് അത് തെറിച്ചു. അത് നമ്മുടെ കേബിളിന് വളരെ രീതിയിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് ആപ്പിൾ കണ്ടുപിടിച്ചൊരു മാർഗമായിരുന്നു അന്ന് മാക്സേഫ്. അന്നത്തെ മാക്സേഫിനുണ്ടെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ, സോറി ഫോർ ദാറ്റ്. ഇപ്പോഴത്തെ മാക്സേഫിനാണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം ഞാൻ പറയാം. പുതിയ മാക്ബുക്കിൻ പ്രോയിൽ വരുന്ന മാക്സേഫ് ചാർജർ ഇൻക്ലൂഡഡ് ആട്ടോ, ചാർജറും കോഡും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ അത് കളഞ്ഞിട്ടില്ല. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. അത് സത്യം പറഞ്ഞ കാര്യമാണ്. കാര്യം പലതിനെയും കളയുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആപ്പിളിൻ്റെ പല പ്രൊഡക്ട്സിലും ഇനി ചാർജർ കാണുന്നുള്ള റൂമർ വരുന്നു. നമുക്ക് നോക്കാം. സോ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ആയിട്ട് അട്രാക്റ്റഡ് ആയിരിക്കും. ഇത് നമ്മുടെ പോർട്ടാണ്. ആ പോർട്ട് ഗുണം ചെയ്യുമ്പോൾ മാഗ്നറ്റിക് അറ്റാണ്. അപ്പോൾ തട്ടിയാലും പെട്ടെന്ന് മാഗ്നറ്റിക് വിട്ടുപോകത്തേ ഉള്ളൂ. അതിൻ്റെ കോഡ്സിന് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. സോ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഫങ്ഷൻ കീസ് ആർ ബാക്ക്. 3 വർഷം മുമ്പ് കളഞ്ഞ ഫങ്ഷൻ കീസ് മാക്ബുക്ക് പ്രോയിൽ വീണ്ടും കൊണ്ടുവരികയാണ്. ഫങ്ഷൻ കീസ് എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾക്കറിയാമായിരിക്കും, ടച്ച് ആയിരുന്നു ഇത്രയും നാൾ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പം പുതിയതായിട്ട് വീണ്ടും അവരുടെ ഫങ്ഷൻ കീ കൊണ്ടുവന്നേക്കാം. സോ അത് പറഞ്ഞാൽ കുറേ വീഡിയോസ് ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ പറയുന്നത് പഴയ സംഭവങ്ങൾ കണ്ട് വീണ്ടും കൊണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി എനിക്കും ആ ഒരു സെയിം ഫീൽ ആട്ടോ. ആദ്യത്തെ കാര്യം തന്നെ ഫങ്ഷൻ കീസ് ആർ ഗിവിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് സ്പെക്സ് വൈസ് ഇറ്റ്സ് വെരി നൈസ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് 3 വർഷം മുമ്പ് കൊണ്ടുവന്നതല്ല, ഇതിപ്പോൾ പുതിയതായിട്ട് ആപ്പിൾ കൊണ്ടുവന്നൊരു സംഭവമാണ് നോച്ച്. ഇവർ മിക്ക സംഭവത്തിനും എല്ലാം നോച്ച് കൊടുക്കുകയാണ്. പുതിയ മാക്ബുക്ക് പ്രോയിൽ നോച്ച് കൊടുക്കുന്നുണ്ട്. 1080p ക്യാമറയാണ് എനിവേസ് വരുന്നത്. അത് നല്ല കാര്യമാണ്. 1080p ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ കിടിലൻ ക്ലാരിറ്റി ആയിരിക്കും. സോ ഐ ലൈക്ക് ദാറ്റ്. സോ സ്പെക്സ് വൈസ് അതുപോലെ തന്നെ M1 Maxും M1 Pro ചിപ്പ്, ആക്ച്വലി ദാറ്റ് ബോത്ത് ആർ റിയലി ഗുഡ്. സത്യം പറയാലോ, ഇതിന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോമ്പറ്റബിൾ ആവുന്നത്? നിങ്ങൾക്കിപ്പോൾ കമ്പാരിസൺ ചെയ്യണം മാക്ബുക്കിൻ്റെ Mac OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാക്ബുക്കിൻ്റെ പ്രൊസസ്സറും അതുപോലെ തന്നെ ചിപ്സെറ്റ്, ആക്ച്വലി മാക്ബുക്കിൻ്റെ ചിപ്സെറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിൻ്റെ ചിപ്സെറ്റ് രണ്ടും കൂടി ഒരുമിച്ച് നോക്കിയാൽ ഏതായിരിക്കും ഇൻ്റലിൻ്റെ ചിപ്സെറ്റ് എടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഇൻ്റലിൻ്റെ i9 ചിപ്സെറ്റ് വെച്ചായിരിക്കും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും കുറച്ചും കൂടി പ്രോബ്ലംസ് ആണ്. അപ്പം i9 ചിപ്സെറ്റ് വെച്ച് ഇത് കമ്പയർ ചെയ്യാം കേട്ടോ. രണ്ടെണ്ണവും വെരി ഗുഡാണ്, വളരെ ഗുഡാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു. കാര്യം ഒന്നാമത്തെ കാര്യം, പിന്നെ ഇതിനകത്ത് വരുന്നതാണ് പുതിയതായിട്ട് അവർ സ്പീക്കേഴ്സ് നമ്മുടെ സൈഡ് ബാസിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡ്, നിങ്ങൾക്ക് പിക്ചർ കാണാനായിരിക്കും, ഈ ഒരു കീബോർഡിൻ്റെ സൈഡിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് സ്പീക്കേഴ്സ്. 6 സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഐ ലൈക്ക് ദാറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. ദാറ്റ്സ് എ ഗുഡ് ജോബ്. ഐ ലൈക്ക് ഇറ്റ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നു. ഐ തിങ്ക്, ഞാനത് മുഴുവൻ അറിയത്തില്ല. പക്ഷേ എനിവേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണുമായിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇതിൻ്റെ ബെസ്റ്റ് ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സ്ലിമ്മർ, ലൈറ്റർ, അതുപോലെ തന്നെ വളരെ തിന്ന് വളരെ എഡിറ്റിങ്സ് ഒക്കെ ഇനി ഫാസ്റ്റ് ആയിരിക്കും. മ്യൂസിക് വർക്ക് ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ സ്പീഡിലായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേന്
വേൾഡിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു വീഡിയോ കാണുന്നുണ്ടല്ലോ, ആ വീഡിയോ അതിനകത്ത് പറയുന്നത് കണ്ടല്ലോ. യെസ്, അത് തന്നെയാണ് കാര്യം. സോ അത് സത്യം പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു കാര്യം തന്നെ. ആ ഡിസ്പ്ലേ എന്ന് പറയുമ്പം പ്രൊമോഷൻ വെച്ചിട്ടുള്ള ഡിസ്പ്ലേ. പ്രൊമോഷൻ ഇനിയും ആപ്പിൾ ഈസ് ഗെറ്റിംഗ് ബെറ്റർ. എനിക്ക് സത്യം പറയാമെങ്കിൽ ആപ്പിൾ ഈസ് ഗെറ്റിംഗ് ബെറ്റർ എന്നേ പറയാൻ പറ്റൂ. ഇപ്പം അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും ഇത് എക്സ്പെക്റ്റഡ് പ്രൈസ് ഞാൻ അവസാനം പറയാം. എക്സ്പെക്റ്റഡ് അല്ല, ഇപ്പം പ്രൈസൊക്കെ ഇറങ്ങി. ആമസോണിൽ ഓക്കെ അറിയാം, നിങ്ങൾക്ക് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവസാനം ഞാൻ പറയാം അതിൻ്റെ കാര്യം. സോ അടുത്ത കാര്യമാണ് ഇതിൻ്റെ ഇപ്പം നിങ്ങളെല്ലാം നോക്കുന്നൊരു വാട്ട് ഓൾ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് എത്ര വന്നിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ഏതൊക്കെ സൈസിൽ അവൈലബിൾ? 16 ഇഞ്ച് സൈസിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് എപ്പോഴും വരുന്ന പോലെ തന്നെ. ഇപ്പോൾ ദ ബെസ്റ്റ് 14 ഇഞ്ച് സൈസും കൊടുക്കുന്നുണ്ട്. സെയിം M1 Pro M1 Max ചിപ്പ് കൊടുക്കുന്നത് തന്നെയാണ്, സെയിം 14 ഇഞ്ച് സൈസിൽ. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ആക്ച്വലി അത്രയും എനിക്ക് 16 ഇഞ്ച് സ്ക്രീനിൻ്റെ ഒന്നും എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. സോ യു ക്യാൻ ടേക്ക് ദാറ്റ് 14 ഇഞ്ച് സ്ക്രീൻ. അപ്പോൾ അതിനും റേറ്റ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. M1 Pro ചിപ്പും 256 GB റാം അടക്കണം. പിന്നെ അതുപോലെ തന്നെ 14 സ്ക്രീൻ സൈസ് എടുക്കുകയാണെങ്കിൽ നല്ല കുറയും. യെസ്, സോ അതൊരു കാര്യം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ഇവൻറ്റിൽ പുതിയ MacBook Air ഇറങ്ങും. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ലെറ്റ്സ് സീ ഫോർ ഇറ്റ്. നമുക്ക് അന്നത്തെ ഒരു ഇവൻറ്റിൽ ഇറക്കിയത് HomePod Miniയുടെ കളേഴ്സ്. HomePod Mini ആക്ച്വലി ഇറങ്ങിയതായിരിക്കും. HomePod Miniയുടെ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്, പർപ്പിൾ, ഓറഞ്ച്, അങ്ങനത്തെ ഏതോ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ആ ഒരു കളറ് വളരെ നല്ലൊരു കളറാണ്. കാര്യം ഒരു ബ്ലൂയിഷ് കളർ, പിന്നെ ഒരു യെല്ലോയിഷ് കളർ. യെല്ലോവും ബ്ലൂ കളർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം നമുക്കിതിലേക്ക് കടക്കുമ്പം ഇതിൻ്റെ ഡു യു വാണ്ട് ടു ബൈ ഇറ്റ്? നമുക്കിത് ബൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്? യെസ് ആൻഡ് നോ. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ബൈ ഇറ്റ്. കാര്യം ഇപ്പം എഡിറ്റിങ്സ് കൂടുതലുള്ള ആൾക്കാർക്ക്, മ്യൂസിക് എഡിറ്റിംഗ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ മ്യൂസിക് എഡിറ്റേഴ്സിനും കൊടുക്കാം, എഡിറ്റിംഗ് ചെയ്യുന്നവർക്ക് കൊടുക്കാം. സോ അവർക്കൊക്കെ ഇത് കംഫർട്ടബിൾ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ആവശ്യമില്ലാത്തൊരു കാര്യം. ഞാനിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോണിലാണ്. പക്ഷേ കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ റെക്കോർഡാണ്. സോ ആക്ച്വലി ദാറ്റ് വാസ് വെരി ഗുഡ് എന്ന് വെച്ചാൽ വെരി ഗുഡ്. ദ തിങ്സ് ആ ഒരു ലാപ്ടോപ്പ് ബഡ്ജറ്റിന് അഫോർഡബിൾ ആണ്. 2500 dirhamsന് MacBook അഫോർഡബിൾ ആണ്. MacBook D14 ആട്ടോ. ഇപ്പം 14 വേരിയൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. D14 അല്ല, 14 വേരിയൻറ്റ്. ജസ്റ്റ് ഗോ ഫോർ 3500 dirhamsന് കിട്ടുമായിരിക്കും. സോ നിങ്ങൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സെയിം ഫീച്ചർ MacBook Air വന്നാൽ don't go for Huawei MacBook. Okay, I won't prefer that. If Air comes for an affordable price, 5,000 or 3,000 or 4,000, 5,000 dirhams കൂട്ടിക്കും. 5,000 dirhamsന് MacBook Air വരികയാണെങ്കിൽ you definitely go for it. I won't prefer Huawei MacBook for that. കാര്യം ഇപ്പം MacBookന് അത്ര വലിയ പ്രോസസ്സേഴ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കുന്നത് i5 with 10th generation ആണ്. Specs wise is good, but it can't run അധികം. കുറച്ച് ലാഗിങ്സ് ഉണ്ട്, നെറ്റ് ഇഷ്യൂസ് ഉണ്ട്. കാര്യം അതൊക്കെ ചിലപ്പം ഉണ്ടാകുന്നതായിരിക്കാം. ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി പ്രിഫർ ഫോർ MacBook Air വരികയാണെങ്കിൽ. ബട്ട് ഡോണ്ട് ഗോ ഫോർ ദിസ് MacBook. ഐ വോണ്ട് സേ നിങ്ങൾ എന്തായാലും MacBookൻ്റെ Air വരികയാണെങ്കിൽ ഇവൻ്റ് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അത് എടുക്കുക. സോ നിങ്ങൾക്ക് അടുത്ത കാര്യം ഞാൻ പറയാം. ഇത് ഏത് കളറിൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറയണ്ടേ? അത് ഞാനിപ്പോൾ പറയാം. ഇവിടെയാണ് അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. 2 കളർ മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ, സ്പേസ് ഗ്രേ ആൻഡ് സിൽവർ. അതിൽ യു ഗോ ഫോർ സിൽവർ കേട്ടോ. സിൽവർ തന്നെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ കളർ. സിൽവർ അല്ല, സോറി, സ്പേസ് ഗ്രേ കുറച്ചും കൂടി കളർ. എൻ്റെ കളർ സ്പേസ് ഗ്രേ ആണ്. MacBookൻ്റെ കിഡിലും കളറാണ്. ആക്ച്വലി സ്പേസ് ഗ്രേ കളറിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ കീ വരും, നല്ല രസമാട്ടോ. സോ ജസ്റ്റ് ഗോ ഫോർ ദാറ്റ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് വാട്ട് എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക്
ഇംപ്രഷൻ തോന്നുന്നത്. കാര്യം നോച്ച് വന്ന് ഫങ്ഷൻ കീ കൊണ്ടുവന്ന് മാക്സേഫ് 3 വർഷം മുമ്പ് കളഞ്ഞെടുത്ത സാധനങ്ങളെല്ലാം വീണ്ടും കൊണ്ടുവന്ന് നൊസ്റ്റാൾജിയ ചെയ്യാം. അതേ പറയാൻ പറ്റൂ. സോ ലെറ്റ്സ് ഗോ. അത് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട ആൾക്കാർ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.